കോലാലംപൂരിലെത്തിയ എൻ്റെ തേർഡ് ഡേ ആണ് ഞങ്ങൾ ബാർബിക്യൂസ് കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി ഒന്ന് ഡള്ളായിരുന്നു. പക്ഷേ അങ്ങനെ വലിയ മഴയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. കുറച്ച് ദൂരം പോയപ്പോൾ മഴ തുടങ്ങി, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തിയായി. ഇനി ആ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് എന്തായാലും ബാർബിക്യൂസ് വരെ ഉണ്ട്. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മഴ കുറഞ്ഞാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. മാത്രമല്ല, കാണുന്നെങ്കിൽ അന്ന് കാണണം. അടുത്ത ദിവസം ലങ്കാവിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഒരു ദിവസം ഇല്ല കോലാലംപൂരിലോട്ട്. അത് കാരണം അന്ന് തന്നെ ബാർബിക്യൂസ് പോയേ പറ്റുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. നല്ല ഉഗ്രം മഴയായിരുന്നേ. ഒരു തരത്തിലും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഒരു 5-10 മിനിറ്റ്സൊക്കെ ഞങ്ങൾ കാറിൽ തന്നെ സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോയാലോ എന്നും ആലോചിച്ചു. പിന്നെ ഇതിനോർത്ത് വേണ്ട, ഇത്രയും ദൂരം വന്നതല്ലേ, എന്തായാലും കണ്ടിട്ട് തന്നെ പോകാമെന്ന്. അങ്ങനെയാണ് അവിടെ റെയിൻ കോട്ട്സ് വിൽക്കുന്നത് കണ്ട കേട്ടോ. അപ്പോൾ തന്നെ ഒരു 3 റെയിൻ കോട്ട് മേടിച്ചിട്ട് പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു. ഇത്രയും ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ സ്റ്റെപ്സ് കയറി മുകളിൽ ചെല്ലാനും പിന്നെ കേവ്സിൻ്റെ ഉള്ളിൽ കടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഞങ്ങൾ ഓർത്തു എന്തായാലും ലഞ്ച് കഴിച്ചേക്കാന്ന്. അങ്ങനെ അതേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് ലഞ്ച് കഴിച്ചു. 2 വെജിറ്റേറിയൻ മീൽസും പിന്നെ ഒരു നെയ്റോസ്റ്റും ആണ് ഓർഡർ ചെയ്തത്. ഇതൊരു കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ എങ്കിലും അവരുടെ ചില ഡിഷസിൽ ഒരു നോൺ വെജിറ്റേറിയൻ ടാഗും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് മീനില്ലാത്ത മീൻകറി എന്നാണ് പറഞ്ഞത്. പിന്നെ നോർമലായിട്ടുള്ള ഒഴിച്ചുകറി ഐറ്റംസ് ആയിട്ടുള്ള രസം, സാമ്പാർ, മോരുകറി, പിന്നെ പരിപ്പ്, ഇതൊക്കെയായിരുന്നു. 2 സ്പെഷ്യൽ ഡിഷസും കൂടെ ഞങ്ങൾ മേടിച്ചേ. പേര് കേട്ട് മേടിച്ചതാണേ. ഒന്നിൻ്റെ പേര് ചിക്കൻ പനീർ, മറ്റൊന്നിൻ്റെ പേര് ബീഫ് സോയ. ഇങ്ങനെയായിരുന്നു കേട്ടോ. പേരിനകത്തുള്ള ഗാംഭീര്യമുള്ളേ, ഡിഷിന് വലിയ പ്രത്യേകതയൊന്നും അങ്ങനെ തോന്നിയില്ല. ഞാൻ കഴിച്ചത് ചോറും പരിപ്പുമായിരുന്നു. ലഞ്ച് മൊത്തത്തിൽ ഓക്കെ, അങ്ങനെ അടിപൊളി സൂപ്പർ എന്നൊന്നും പറയാനില്ല. അങ്ങനെ ലഞ്ച് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്റ്റെപ്സ് കയറാൻ പറ്റുന്നൊരു പാകത്തിന്. അങ്ങനെ ഫൈനലി ബാട്ടു കേവ്സിനകത്ത് കിടക്കാനായിട്ട് എത്തിപ്പെടാനുള്ള സ്റ്റെപ്സ് കയറാനായിട്ട് തുടങ്ങി കേട്ടോ. മൊത്തത്തിൽ 272 സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോഴേക്കും മഴ ഇച്ചിരി കൂടാൻ തുടങ്ങിയേ. ഈ മഴയത്ത് റെയിൻകോട്ട് ഇട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പരിചയമില്ലാത്ത സ്റ്റെപ്സ് ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നേ, മറിഞ്ഞടിച്ച് വീഴുമെന്ന്. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പോസ്റ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 272 സ്റ്റെപ്സ് എന്നൊക്കെ കേട്ടപ്പം ഇത്രയും സ്റ്റെപ്സ് ഒറ്റയടിക്ക് കയറി മുകളിലെത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നേ. പക്ഷേ സാരമില്ല, കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇടയ്ക്കൊന്ന് നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഫർദറായിട്ട് പോകാം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നേ. കാര്യം നമ്മൾ ഹൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ താഴോട്ടുള്ള വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന സ്റ്റാച്ചു ഇല്ലേ മുരുകൻ്റെ, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ സ്റ്റാച്യൂസിലൊന്നാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനും. അങ്ങനെ 272 സ്റ്റെപ്സും സക്സസ്ഫുള്ളി കയറി മുകളിലെത്തി. എന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ ഉള്ള വ്യൂ ഇതാണേ. അതിനുശേഷം ഞങ്ങൾ കേവ്സിൻ്റെ അകത്തേക്ക് കിടന്നു. മഴ വിട്ടുവിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു. കേവ്സിൻ്റെ ഉള്ളിലും വെള്ളം ഉണ്ടായിരുന്നേ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഓപ്പണിങ്സ് ഇല്ലേ, ഇതുവഴി വെള്ളം അകത്ത് വീഴുന്നുണ്ടായിരുന്നു. റെയിൻകോട്ട് ഉള്ളത് കാരണം ഒട്ടുമേ നനഞ്ഞില്ല. ഈ ബാട്ടു കേവ്സ് ഓൾമോസ്റ്റ് 400 മില്യൺ ഇയേഴ്സ് എഗോ ഫോം ചെയ്തതാണ് അത്രേ. ഇതിൻ്റെ ഈ ലൈം സ്റ്റോൺ റോക്സ് നാച്ചുറലി കാവ്ഡ് ഔട്ട് ആയിട്ടാണ് ഈ കേവ്സ് ഉണ്ടായതെന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മുകളിൽ കാണുന്ന ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ ഓപ്പണിങ്സ് ആണ്. അതുവഴി സൂര്യപ്രകാശവും ഇപ്പോൾ മഴയായത് കാരണം മഴവെള്ളവും അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പല ആംഗിളിലും ഫ്രെയിമിൽ നിന്നുള്ള ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു. കേവ്സിന് നല്ല പഴക്കമുണ്ടെങ്കിലും അമ്പലങ്ങളൊക്കെ റീസെൻ്റ്ലി ഫോം ചെയ്തതാണ് കേട്ടോ. അറൗണ്ട് ഒരു 19th സെഞ്ച്വറിയിലാണ് അത്ര ഈ അമ്പലങ്ങളൊക്കെ പണി കഴിപ്പിക്കപ്പെട്ടത്. മലേഷ്യയിലെ തമിഴ് ഹിന്ദുക്കളുടെ ഒരു മേജർ റിലീജിയസ് സെൻറ്റർ തന്നെയാണ് ഇപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ. ഇവിടെ എല്ലാ വർഷവും തൈപ്പൂയം എന്നൊരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ആ സമയത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടുന്നത്. ഈ നാച്ചുറൽ ബ്യൂട്ടിയും കൾച്ചറൽ സിഗ്നിഫിക്കൻസും കാരണം ലോകമെമ്പാടുമുള്ള ഒരുപാട് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ മാറിയിരിക്കുകയാണ് മലേഷ്യയിലെ ബാട്ടു കേവ്സ്. ഇവിടെ ഒന്നിൽ കൂടുതൽ അമ്പലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു വലിയ ക്ഷേത്രമാണ് ബാട്ടു കേവ്സിൻ്റെ അകത്തുള്ളതെന്ന്. ഈ അമ്പലങ്ങളിലെല്ലാം നട പക്ഷേ അടച്ചിട്ടിരിക്കുകയായിരുന്നേ. മേ ബി ഉച്ചയായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഉള്ളിൽ കടന്ന് പ്രാർത്ഥിക്കാനോ ദർശനം നേടാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ എങ്കിലും സാരമില്ല, പുറത്തു നിന്ന് ഇതിൻ്റെ എല്ലാം ഭംഗി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. പിന്നെ ടൂറിസ്റ്റിൻ്റെ സൗകര്യപ്രകാരം ഒരുപാട് ലൈറ്റ്സും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടുത്തെ കുറച്ച് സുവനിയേഴ്സൊക്കെ മേടിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മലേഷ്യയിൽ ചെന്നിട്ട് എന്തൊക്കെ കണ്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഉത്തരം പെട്രോണാസ്, രണ്ടാമത് ബാട്ടു കേവ്സ്. ഇനി ബാട്ടു കേവ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ എക്സ്പ്രഷനാണ് അതിനുള്ള ഉത്തരം, അടിപൊളി. മഴയായത് കാരണം തിരിച്ചു പോയിരുന്നെങ്കിലോ ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കൂടെ കാണാം. ബൈ ബൈ.